ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സും അതിൻ്റെ ഒരു പ്ലാനും മറ്റു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് മുന്നത്തെ കുറച്ച് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ ഹെൽപ്പിന് ആരും ഇല്ല, ഞാൻ തന്നെയാണ് ഈ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. അതായത് 2 ആഴ്ച കൂടുമ്പോൾ ഒരു ശനിയാഴ്ച ഡീപ്പ് ക്ലീൻ ചെയ്യും വീട് മൊത്തം. എന്നിട്ട് ഡെയിലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ ചുരുക്കം കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അടുക്കി ഒതുക്കി വെക്കുക, വെറുതെ ഒന്ന് വാക്യൂം ഓടിക്കുക, വാക്യൂം സ്റ്റിക്ക് ഒന്ന് ഓടിക്കുക, അത്രയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാൻ, അതിൻ്റെ ലിസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് 1-2 കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്രാവശ്യം ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സും എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് എന്ന മാതിരി ഒന്ന് പറഞ്ഞു പോകാമെന്നുള്ളത്. ഇതിപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരവസ്ഥയാണ്, വീടിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ പിറ്റേന്ന് ശനിയാഴ്ച ഡീപ്പ് ക്ലീൻ ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി മെസ്സാക്കി തന്നെ ഇട്ടു. ഞാൻ അടുക്കാനും പിടിക്കാനും ഒന്നും പോയില്ല, എന്തായാലും പിറ്റേന്ന് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ ശനിയാഴ്ച രാവിലെ കഞ്ഞിയും ചമ്മന്തിയൊക്കെ കഴിച്ചേച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം വേറെ ആരും ഇല്ല വീട്ടിൽ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മറ്റേ 1 പോട്ട് മീലിന് പകരം ഒരു 1 പോട്ട് കഞ്ഞി അതെല്ലാം കുടിച്ചേച്ച് ഞാൻ പതുക്കനെ പരിപാടിക്ക് ഇറങ്ങുക. സാധാരണ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ഞാൻ രാവിലെ ഒരു 7 മണിക്ക് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടും കുറച്ച് സ്ക്രിപ്റ്റൊക്കെ എഴുതേണ്ടതുകൊണ്ടും ഞാനൊരു 9-10 മണി കഴിഞ്ഞപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോരോ മുറിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത് പ്രെയർ റൂമാണ്. നമ്മൾ കയറി വരുന്നിടത്തെ വരാന്തയും അതിനോട് ചേർന്നിട്ടുള്ള പ്രെയർ റൂമും. അപ്പോൾ അവിടെയാണ് ആദ്യമേ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം വന്ന് കാണുമ്പോൾ ആൾക്കാർ ആ മുറി ഇച്ചിരി വൃത്തിയായിട്ടിരുന്നോട്ടെ, ബാക്കിയുള്ള മുറി അലങ്കോലം ആവുകയാണെങ്കിലും, ഇൻ കേസ് ശനിയാഴ്ച ആരെങ്കിലും പെട്ടെന്ന് വരികയാണെങ്കിൽ. അപ്പോൾ അവിടെ നമുക്ക് വിൻഡോസ് ഉണ്ട്. ജനലൊക്കെ തുറന്നിടുന്നതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ ചുക്കിലിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ചുക്കിലി എന്നാണ് പറയുന്നത്, ശരിക്കും എന്താണ് മാറാല എന്നതാണ് സംഭവം. അപ്പോൾ പൊടിയും മാറാലയൊക്കെ കാണും. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യും. കർട്ടൻ്റെയും പിന്നെ വിൻഡോസിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് പൊടിയൊക്കെ കാണുമല്ലോ എപ്പോഴും തുറന്നിടുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ രൂപത്തിൻ്റെ ആ ഒരു ഭാഗം, അതായത് രൂപം വെച്ചേക്കുന്നിടം, പിന്നെ ഈ മാതാവിൻ്റെയും ഔസേപ്പിതാവിൻ്റെ ഒക്കെ പ്രതിമയിലൊക്കെ ഇങ്ങനെ പൊടി കാണും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാക്യൂം ചെയ്ത് വിടത്തേ ഉള്ളൂ. നനച്ചു അടയ്ക്കുന്ന ഒരു പരിപാടി ആവശ്യമില്ല. കാരണം 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം പൊടിയും അഴുക്കൊന്നും ആവത്തൊന്നുമില്ല. അത്യാവശ്യം റോഡിനോട് ചേർന്നിരിക്കുന്ന ആ ഭാഗം ആയതുകൊണ്ട് കുറച്ച് പൊടി വരും, അത്രയേ ഉള്ളൂ. പിന്നെ വരുന്നത് സീലിങ്ങിലെ കാര്യങ്ങളൊക്കെയാണ്. സീലിംഗ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ഞാൻ നമ്മുടെ വെറ്റ് ആൻഡ് ഡ്രൈ യുറേക്ക ഫോബ്സിൻ്റെ വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനർ വെച്ച് വാക്യൂം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് 2 കാർപ്പറ്റ് അവിടെ കിടപ്പുണ്ട്. അതും ഒക്കെ ഒന്ന്, കാരണം അവിടെ അത്രയും എൻ്റെ തയ്ക്കുന്നതിൻ്റെ നൂലും മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പം അതിലോട്ട് വരും. അപ്പോൾ അത് ക്ലീൻ ചെയ്യും. പിന്നെ ഉള്ളത് നമ്മുടെ ഇവിടുത്തെ ഒരു ഷൂ റാക്ക് പോലെ, അവിടെ എല്ലാവരും ഷൂ പുറത്തായിരിക്കും ഇടുന്നത്. റാക്ക് അവിടെ വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കും. അത് വെറുതെയാണ്, പിന്നെയും അപ്പം തന്നെ ആൾക്കാർ വന്ന് വീണ്ടും പഴയപടി ആക്കിയിടും. പിന്നെ ഉള്ളത് വരാന്തയിലോട്ടുള്ള ആ ഒരു ഏരിയ. അവിടെ ആ ഒരു വിൻഡോയുടെ സൈഡ്, അതായത് എൻ്റെ സ്റ്റിച്ചിങ് റൂമിൻ്റെ വിൻഡോ ആണിത്. ആ വിൻഡോയുടെ സൈഡിൽ അത്യാവശ്യം നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് വാക്യൂം ചെയ്ത്, പിന്നെ താഴത്തെ ഫ്ലോറ് മോപ്പ് ചെയ്ത് ഇങ്ങി പോരുക. ഇതിനകത്ത് ചൂൽ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല. കാരണം അത്യാവശ്യം എല്ലാ ദിവസവും ഈ ചെറിയ ചപ്പും ചോറൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൈകൊണ്ട് തന്നെ പെറുക്കി ഞാനങ്ങ് മാറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ വന്നിട്ട് എൻ്റെ റൂം ഒന്ന് അടുക്കി പെറുക്കി വെക്കുവാണ്. ഇത് ഞാൻ മിക്കവാറും ഓരോ ഓർഡേഴ്സ് കഴിയുമ്പോഴും അടുക്കി പെറുക്കി വെക്കുന്നതാണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം വലിച്ചു വാരി ഇട്ടോട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ചെയ്ത് കഴിയുമ്പോഴാണ് പരിപാടിയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ. ഇന്ന് പക്ഷെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർട്ടൻസ് ആൻഡ് വിൻഡോസ് പ്രത്യേകമായിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ വർക്ക് ഏരിയ എല്ലാം അടുക്കി പെറുക്കി വെക്കും. അതുപോലെ നമ്മളുടെ മെഷീൻസ് എല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് പോവും. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതാത് സ്ഥലത്ത് വെക്കും. പിന്നെ ഫ്ലോറിൻ്റെ താഴോട്ടൊക്കെയുള്ള ഏരിയയിലൊക്കെയുള്ള നൂലും പൊടിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും. പിന്നെ വന്നിട്ട് ലിവിങ് ഏരിയ ആണ്. അവിടെ അത്യാവശ്യം സാധനങ്ങളെല്ലാം സ്ഥലത്ത് വെച്ചിട്ട്, പിന്നെ ഉള്ളത് എൻ്റെ ഒരു ഒരു സ്റ്റഡി വർക്ക് സ്റ്റേഷൻ പോലുള്ളൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ബുക്കും കാര്യങ്ങളും ബുക്ക് ഒക്കെ ഇരിക്കുന്നിടത്തെ പൊടി അതെല്ലാം ഒന്ന് വാക്യൂം ചെയ്തെടുക്കും.
പിന്നെ ഇത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ സോഫായും അതിൻ്റെ പൊടിയൊക്കെ വലിച്ചെടുക്കും. അതൊക്കെ ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യുന്നതായതുകൊണ്ട് അധികം പ്രശ്നങ്ങളൊന്നും സാധാരണ ഉണ്ടാവാറില്ല. അധികം പൊടിയും അങ്ങനെ കാണാറില്ല. കൂടുതലും ഇവിടെ മാറാലയുടെ ഒരു പ്രശ്നമാണ്, അതായത് ചുക്കിലിയുടെ ഒരു പ്രശ്നമാണ് വരുന്നത്. അതിനപ്പുറം അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളില്ല. പിള്ളേരാണെങ്കിൽ ഇപ്പം അത്യാവശ്യം വലുതായതുകൊണ്ട് പറഞ്ഞാൽ അത്യാവശ്യം കേട്ടോളും. പിന്നെ അവരുടെ റൂം എങ്ങനെ കിടന്നാലും എനിക്കൊന്നുമില്ല. ഞാൻ 2 ആഴ്ച കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് നോക്കുന്നത്. അപ്പം ഇവിടെയാണെങ്കിലും ജനലും ഇതുണ്ട്, കർട്ടനും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യലാണ്. അവിടെ പെട്ടെന്ന് തന്നെ മാറാല വരും. അതുമല്ല അവരത് തുറക്കാറില്ല. അതുകൊണ്ട് അവിടെയൊക്കെയാണ് കുറച്ച് പൊടി അധികം വരുന്നത്. പിന്നെ ഇവരുടെ ഈ കാർപ്പറ്റിൻ്റെ അവിടെ എപ്പോഴും മറ്റേ പെൻസിൽ ഷേവിങ്സും അല്ലാണ്ടുള്ള ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഈ 2 വീക്സ് കൂടുമ്പോൾ മാത്രം ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഈ മുറിയിലോട്ട് ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. കാരണം അവരോട് പറഞ്ഞാലും അവർ അത്ര വൃത്തിയാക്കിയാണ് ഇതിനകത്ത് ഇടുന്നത്. പിന്നെ പുറത്തോട്ട് വരാറില്ല. ഇപ്പം ഈ മുറി വിട്ട് പുറത്തോട്ടൊന്നും അവർ വരത്തില്ല. അത് മാത്രമാണ് എൻ്റെ ഒരു സന്തോഷം. പിന്നെ വന്നിട്ട് നമ്മുടെ ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ തുണി എല്ലാം ഒന്ന് അടുക്കി വെച്ച് നമ്മുടെ ബെഡ്ഷീറ്റ് മാറ്റാനുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് മാറ്റും. ഇല്ലേ പിന്നെ ഇവിടെയും പ്രശ്നം പൊടി നമ്മുടെ കർട്ടനിലും വിൻഡോസിലുമാണ് ഏറ്റവും കൂടുതൽ മാറാലയും പൊടിയും വരുന്നത്. കാരണം അത് തുറക്കാറില്ല. ചില ദിവസങ്ങളിൽ ഞാനൊന്ന് തുറന്നിടുന്നതല്ലാതെ ഇവിടെ അങ്ങനെ തുറന്നിടുന്നത് വലിയ താല്പര്യമില്ല. കാരണം ഇവിടെയൊക്കെ ചേരനെ കാണാറുണ്ട്. തൊട്ടടുത്ത കുറേ പറമ്പുകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ കുറച്ച് ചേരയൊക്കെ കയറി വരുന്നതുകൊണ്ട് നമുക്ക് ജനൽ തുറക്കാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലത്തെ 1-2 ജനലേ തുറന്നിടാറുള്ളൂ, പിന്നെ അടുക്കളയിലത്തെ. അപ്പോൾ ഇവിടെയൊക്കെ അധികം തുറക്കാത്തത് കൊണ്ട് തന്നെ അതൊക്കെ ഇച്ചിരി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ കട്ടിലിൻ്റെ അടിയും ഞാൻ എപ്പോഴും ഒന്ന് വാക്യൂം ചെയ്യും. പിന്നെ AC-യുടെ മേൾഭാഗം, സീലിങ്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും ജലദോഷമാണ്. പെട്ടെന്ന് പൊടി കിടക്കുകയാണെങ്കിൽ ഭയങ്കര ജലദോഷം, അത് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് വാക്യൂം ചെയ്ത് എടുക്കും. പിന്നെ വന്നിട്ട് ഡൈനിങ് ഏരിയയിലും ഇതുപോലെ തന്നെ നമ്മൾ ഫോൾ സീലിംഗ് ചെയ്തേക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലെല്ലാം ഒത്തിരി മാറാല കാണും. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും. ഇതൊക്കെ ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വന്നിട്ട് അടുക്കള ഞാൻ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും ഈ ഡീപ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മേള്, വിൻഡോസിലൊന്നും ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ വിൻഡോസിലൊക്കെ ഒത്തിരി ഇതുണ്ടാവും. പിന്നെ കബേർഡെല്ലാം ഒന്ന് ക്വിക്ക്ലി അറേഞ്ച് ചെയ്യും. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യും. പിന്നെ വലിയ പാത്രങ്ങളൊക്കെ പുറത്തെടുത്ത് എല്ലാം കൂടെ അകത്തോട്ട് മാറ്റും. അതായത് നോർമലി എടുക്കുന്ന സ്ഥലത്തല്ലാതെ അകത്തോട്ട് മാറ്റി വെക്കും. പിന്നെ ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ കുറച്ചങ്ങോട്ട് അകത്തോട്ടാക്കും. അപ്പം തന്നെ കുറച്ച് ആശ്വാസമാവും. അതുപോലെ പിന്നെ വേണ്ടാത്ത സാധനങ്ങൾ, പ്ലാസ്റ്റിക്, ഇപ്പോൾ കബേർഡൊക്കെ തപ്പിക്കഴിയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാലിക്കുപ്പികളൊക്കെ കാണുമല്ലോ, അതെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അവിടെ എപ്പോഴും മരുന്ന് കുപ്പികളുടെ ബഹളമായിരിക്കും. അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്ത് വിടും. പിന്നെ തുടച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അധികം ഒരു പണി അവിടെ ഇല്ല. പിന്നെ ഞാൻ തലേദിവസം വൃത്തിയാക്കാതെ ഇട്ടിരുന്നത് കൊണ്ട് മാത്രമാണ് ആ ഒരു ഏരിയ നമുക്ക് അത്യാവശ്യമായിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ലിസ്റ്റ് ബൈ ലിസ്റ്റ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡെയിലി എന്താ ചെയ്യുന്നത്, ഡീപ് ക്ലീനിന് എന്താ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ വരുന്ന യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇവിടെ ഈ വാഷ് ബേസിൻ്റെ സൈഡ്, പിന്നെ അതിൻ്റെ ചുറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഈ സോപ്പൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ സോപ്പ് വീണ് ഒത്തിരി മെസ്സായി കിടക്കും. അപ്പോൾ അവിടെ അത്യാവശ്യം വെള്ളം ഒഴിച്ച് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യും. ഇവിടെ മാറാലയുടെ ബഹളമാണ്, അതായത് ചുക്കിലിയുടെ ബഹളമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം പണിപ്പെടേണ്ടി വരും. പിന്നെ വന്നിട്ട് ഈ തറഭാഗം മാത്രം ഞാനൊന്ന് വെള്ളം ഒഴിച്ച് വാക്യൂം ചെയ്തെടുക്കും. കാരണം ഇവിടെ നമ്മുടെ ഡിഷ് വാഷറുണ്ട്, പിന്നെ വാഷിംഗ് മെഷീനുണ്ട്. ഇപ്പോൾ രണ്ടിലും, വാഷിംഗ് മെഷീനും എല്ലാവരും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പൊടിയും പിന്നെ അതിൻ്റെ വാഷിംഗ് ലിക്വിഡൊക്കെ താഴോട്ടൊക്കെ വീണ് അവിടെ എല്ലാം കാലെ പറ്റിപ്പിടിപ്പിക്കുന്ന രീതിയിലായിരിക്കും മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടാണ് ക്ലീൻ ആക്കുന്നത്. അപ്പോൾ ഫൈനലി ക്ലീനിങ് ഫുള്ള് തീർന്നിട്ടുണ്ട്.
ഇതിപ്പോൾ വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് ഒരു 2 മണിക്കൂർ എക്സ്ട്രാ ആയതുപോലെ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഒരു 1 മണി 2 ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം തീരും. പിന്നെ ഞാൻ ഫുൾ റെസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ റെസ്റ്റ് എടുക്കാൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മണിക്കാണ്. കാരണം വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, ആദ്യം പിള്ളേരെല്ലാം പോകണം. അപ്പോൾ അത്രയും ടൈം വെയിറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ രാവിലെ ഒരു 7 മണി 8 മണി ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ക്ലീനിങ്. അപ്പോൾ ഇന്ന് ഇച്ചിരി താമസിച്ചാൽ തുടങ്ങി. ഇപ്പോൾ സമയം 4 മണി. ഇത്രയും നേരം അതാണ് റെസ്റ്റ് ഇല്ലാണ്ടൊന്നുമല്ല. ഇതിനിടയ്ക്ക് ഞാൻ റെസ്റ്റ് എടുക്കും, കുറച്ച് നേരം എന്തെങ്കിലും കഴിക്കും, കുറച്ച് നേരം ഒന്ന് കിടക്കും എന്നൊക്കെയാണ്. പക്ഷെ ഉറങ്ങില്ല, പവർ നാപ്പ് പോലും എടുക്കില്ല. കാരണം കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ദേഹം വേദനയായിരിക്കും. കാരണം ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹെക്റ്റിക് ആയിട്ടുള്ള പണിയാണ്. അപ്പോൾ ഇത്രയും നാൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണം അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരിടക്കാലത്ത് കുറേ കാര്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തതിൽ നിന്നാണ്, അതായത് എല്ലാം ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ടല്ല, നമ്മുടെ വേറെ ജോലികൾ ചെയ്യാനായിട്ട് കുറച്ചൊന്ന് എളുപ്പമാണ്. കുറച്ച് ഭാഗം വൃത്തികേടായി കിടക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലായ്മയാണ്. അതിപ്പം വലിയവരും വന്ന് കണ്ടാൽ എന്ത് വിചാരിക്കും അങ്ങനല്ല, എനിക്ക് തന്നെ മനസ്സിനൊരു സമാധാനം. അപ്പം ഇനിയിപ്പം ആകെ ഒരു വൃത്തികേടായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു വിമ്മിഷ്ടം പോലെ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനിപ്പോൾ അങ്ങനെ ഒരു കോപ്പറേഷൻ നമുക്ക് വേറെ സൈഡിൽ നിന്നൊന്നും കിട്ടത്തില്ല. ബിജുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. പിന്നെ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഇല്ല, അവർ കുറച്ചും കൂടെ മെസ്സാക്കിയിടും. അപ്പോൾ അവരുടെ ആ ഒരു സമയം അതാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഡീപ്പ് ക്ലീൻ ചെയ്തതിൽ ഞാൻ അങ്ങനെ തറ തുടയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇതിങ്ങനെ മോപ്പ് ചെയ്ത് അങ്ങ് വാക്യൂം ചെയ്തങ്ങ് പോകത്തേ ഉള്ളൂ. അത് ഡെയിലി വാക്യൂം അല്ലാണ്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഇത് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് 2 ആഴ്ച കൂടുമ്പോഴാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഒന്ന് മെസ്സായതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് ആ വാക്യൂം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പൊടിയും അഴുക്കൊന്നും കാണത്തില്ല. ഇന്നും ഇപ്പം ചെയ്യുമ്പോൾ അധികം ചവറില്ലാത്തതെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ അങ്ങനെ വെറുതെ ഒന്ന് ഓടിച്ച് പോകുന്നുണ്ട്, വെറുതെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതാണ്. അതിനകത്ത് ഈ തറ തുടയ്ക്കുന്ന പരിപാടി ഇല്ല. അത് ഒത്തിരി ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു ഫങ്ഷൻ നടന്നതിന് ശേഷം, അല്ലെങ്കിൽ പിള്ളേരൊക്കെ ആകെ അലമ്പാക്കി ഇട്ടേക്കുവാണ്, അല്ലെ കാലയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെ തറ തുടയ്ക്കുന്നത്. അതും ഇത് വെച്ച് തന്നെ വാക്യൂം ചെയ്തെടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്പ്രേ മോപ്പ് ഉണ്ട്, അത്രയും ഏരിയ മാത്രം ഒന്ന് ചിലപ്പോൾ ക്ലീൻ ചെയ്യും. ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ തറ തുടയ്ക്കുന്ന പരിപാടി ഇല്ല ഇതിനകത്ത്. പിന്നെ നനച്ചു തുടയ്ക്കുന്നത് എപ്പോഴും നനച്ചു തുടയ്ക്കാറില്ല. ഒത്തിരി മെസ്സായിരിക്കുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വാക്യൂം ചെയ്തതിന് ശേഷം നനച്ച് തുടയ്ക്കും. അതിപ്പം കൗണ്ടർ ടോപ്പ് ആയാലും അടുക്കളയിലെ കാര്യമല്ല, അല്ലാണ്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഷെൽഫൊക്കെ ആണെങ്കിലും ഒക്കെ അങ്ങനെ ചിലപ്പോൾ ചെയ്തെന്ന് വരും. ഡീക്ലട്ടർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും. ഇപ്പം ചെയ്തത് ഡീപ്പ് ക്ലീനിങ് ആണ്. അതും ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഡീപ്പ് ക്ലീനിങ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊരൊറ്റ ദിവസം കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഓരോ റൂമിനും ഓരോ ദിവസം വെച്ച് ഡീക്ലട്ടർ ചെയ്ത് കാര്യങ്ങളെല്ലാം ക്ലീനാക്കി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ബാത്റൂം ക്ലീനിങ്, അതുപോലെ ഈ സീലിംഗ് ഫാൻ, പിന്നെ സീലിങ്ങിൽ തന്നെയുള്ള മെസ്സ്, അത് ഞാൻ ചെയ്യത്തില്ല. കാരണം അത് ഒത്തിരി നേരം നമ്മൾ കൈ പൊക്കി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കഴുത്ത് വേദന, കൈ വേദന, ഷോൾഡർ വേദന ഒക്കെ വരും. ഇപ്പം തന്നെ നമുക്ക് പെയിൻ ഉണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അത് ചെയ്യുന്നത് കുറച്ചും കൂടെ നമുക്ക് കൈക്കൊക്കെ കയറി പണി കിട്ടുന്നൊരു, നെക്കിന് പ്രശ്നം വരുന്നൊരു സംഭവമാണ് സീലിംഗ് ഫാനിൻ്റെയും പിന്നെ ബാത്റൂം ക്ലീനിങ് നമ്മളിങ്ങനെ തേക്കുമ്പോൾ ഈ ഭാഗമാണ് കയറി പിടിക്കുന്നത്. പിന്നെ അത് നമുക്ക് ഒരാഴ്ചത്തേക്ക് പണിയായിരിക്കും. ഇപ്പോഴത്തെ ക്ഷീണം, ഇപ്പം ഞാൻ ഈ ചെയ്തതിൻ്റെ ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ. നമ്മൾ ഇന്നൊന്ന് കിടക്കും, നാളെ മിക്കവാറും കുറച്ച് നേരം റെസ്റ്റ് ആയിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ അത്യാവശ്യം അതങ്ങ് ഓക്കെ ആയിക്കോളും. മറ്റു കാര്യങ്ങൾ ബിജുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. സീലിംഗ് ഫാനും സീലിങ്ങും പിന്നെ ബാത്റൂം ക്ലീനിങ്ങും ക്ലോസറ്റ് ക്ലീൻ ചെയ്യുന്നത് ഇതെല്ലാം ബിജുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതെനിക്ക് പറ്റത്തില്ല. പിന്നെയും ഒരു രക്ഷയില്ല, ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെന്നൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ ഒന്ന് ഇറങ്ങും. എങ്കിലും ഇത് കംപ്ലീറ്റ്ലി ബിജുവിനെ ഏൽപ്പിച്ചേക്കുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ ഇതിന് നമുക്ക് പിള്ളേരുടെ കയ്യിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരു ഹെൽപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഇല്ലാതില്ല. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീക്കെൻഡിൽ ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ ആ ഒരു വീക്ക് വളരെ മനോഹരമായിട്ട് പോകും. ഇതിപ്പോൾ ക്ലീൻ അല്ല, സെയിം ആണ് മീൽ പ്രിപ്പറേഷൻ്റെ കാര്യം. നമ്മൾ ശനിയാഴ്ച അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നു, ലോണ്ട്രി ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുന്നു, പിന്നെ ഞായറാഴ്ച മീൽ പ്രിപ്പറേഷനും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരാഴ്ചത്തെ ജോലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട നടക്കും. അതായത് നമുക്ക് വേറെ ചിന്തിക്കാനില്ല, വീട്ടിലെ കാര്യങ്ങളെല്ലാം സെറ്റാണ്. അപ്പോൾ പിന്നെ ജസ്റ്റ് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അതങ്ങോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് വർക്കിന് കയറാം. യൂട്യൂബ് വീഡിയോസ് ആയാലും അത് ചെയ്യാം, നമ്മുടെ തയ്യലിൻ്റെ പരിപാടികളാണെങ്കിൽ അത് ചെയ്യാം, ഇല്ല ക്ലാസ്സസിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഇത് ചെയ്യാം, പിള്ളേരെ പഠിപ്പിക്കുന്നതാവട്ടെ, ഇതെല്ലാം നമുക്കങ്ങ് എല്ലാം അതിൻ്റെ സ്ഥാനത്തങ്ങ് വീണോളും. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ അത്ര മടിയാണെങ്കിലും കറക്റ്റ് ഒരു ഡേറ്റ് കൊടുത്തേക്കുവാണ്. ശനിയാഴ്ച ഒരു 2 ശനിയാഴ്ച കൂടുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ചെയ്യും എന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ, കുഴപ്പമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അതനുസരിച്ചായിരിക്കും നമ്മൾ. ഈവൻ ശനി ഞായർ ഞാൻ വർക്കും ഒന്നും ചെയ്യാറില്ല, കംപ്ലീറ്റ്ലി ഈ വക പരിപാടികൾക്ക് വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കണം. അപ്പോൾ അങ്ങനെയാണ് ഒരു ബാലൻസ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറഞ്ഞു തരാനായിട്ട്. ഡീപ്പ് ക്ലീനിങ് അതുപോലെ ഡെയിലി ക്ലീനിങ് ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരുവിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ വേ ഓഫ് ക്ലീനിങ് ആണ്. നിങ്ങൾ ചിലപ്പം ഭയങ്കരമായിട്ട് തുടച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നമ്മുടെ വർക്കും നമ്മുടെ ഫാമിലി ലൈഫും അതുപോലെ നമ്മുടെ സന്തോഷങ്ങളും എല്ലാം ഒന്ന് ബാലൻസ് ആക്കി കൊണ്ടുപോകണം. പ്ലസ് വീട് ക്ലീൻ ആയിരിക്കുമ്പോൾ മെൻ്റലി നമ്മൾ കുറച്ച് റിഫ്രഷിങ് ആയിരിക്കും. കാണുമ്പോൾ തന്നെ എല്ലാം അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. സോ നമുക്കും നമ്മുടെ ഒരു മൈൻഡ് ഡീക്ലട്ടർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതെ, മൈൻഡ് ഡീക്ലട്ടർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ആ ഒരു നമ്മളിരിക്കുന്ന ആ ഒരു സ്ഥലം എല്ലാം ക്ലീൻ ആയിരിക്കുക എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആണ് ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഇപ്പം ഞാൻ കൊടുക്കുന്നത്. പണ്ട് ഞാനിങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അടുത്ത വീഡിയോ നമുക്ക്